കുറേ കാര്യങ്ങൾ മാറി. ആൾക്കാർ കുറേ കൂടെ ഇതിനെക്കുറിച്ച് അവെയറായി. റോബോട്ടിക്സ് എന്താണെന്നുള്ളതും ഇതിൽ സാധ്യതകൾ എന്താണെന്നുള്ളതും അവർ കോവിഡ് ആൾക്കാരെ കുറേ കൂടെ ബോധ്യപ്പെടുത്തി. ഇവരുടെ അഡ്മിഷൻസിനെ ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ജേണി. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രോസസ് ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ട്, എത്ര ലക്ഷം വിദ്യാർത്ഥികളുണ്ട്, അവരിലേക്ക് എത്തിക്കണം എന്നുള്ള ബെൻസന്റെ ഒരു വിഷനായിരുന്നു. നമ്മൾ അടുത്ത വർഷം ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് അതോറിറ്റി നമ്മൾ ടേക്കപ്പ് ചെയ്തു. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിലെ റോബോട്ടിക് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ച യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കൺട്രി ഹെഡായിട്ടുള്ള അനു കാർത്തിക്കാണ്. വെൽക്കം അനു. താങ്ക് യു. സോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു റോബോട്ടിക് എക്കോസിസ്റ്റം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും റോബോട്ടിക്സിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും ഇതിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള പ്രാധാന്യം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് വരാമെന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലും UAE-യിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും ഏറ്റവും കൂടുതൽ ആൾക്കാരിലോട്ട് റോബോട്ടിക്സ് എത്തിക്കാനായിട്ട് യുണീക്ക് വേൾഡ് റോബോട്ടിക്സിന് എന്താ പറയുക വലിയൊരു രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ റോബോട്ടിക് ലാബുകൾ സെറ്റപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ റോബോട്ടിക് ലാബുകൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെയും UAE-യിലെയും പ്രധാനമായിട്ട് UAE ഞാൻ പറയാൻ കാരണം ഇത് സ്ഥാപിച്ചത് ആക്ച്വലി UAE-യിലാണ്. 2019 UAE-യിൽ സ്ഥാപിച്ചു. അതിനുശേഷം 2021 ഇവിടെ ഇന്ത്യൻ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 23 കേരളത്തിൽ ഒരു സെപ്പറേറ്റ് വിങ് ആയിട്ട് തന്നെ തുടങ്ങുന്നു. അത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്കൂളുകളിൽ റോബോട്ടിക് റിസർച്ച് സെൻ്ററുകളും ലാബുകളും സെറ്റപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ പുറമെ CSR ആക്ടിവിറ്റി ആയിട്ട് ഗവൺമെൻറ് സ്കൂളുകളിലോട്ടും ഈ റോബോട്ടിക് ലാബുകളെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള റോബോട്ടിക് ട്രെയിനിങ് എത്രത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പോലും റോബോട്ടിക്സ് ഒരു കരിക്കുലത്തിൻ്റെ ഒരു പാർട്ടാക്കിയിട്ടുള്ള ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ റോബോട്ടിക്സ് പഠിക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി വരുന്നൊരു ഫ്യൂച്ചറിലോട്ടും അത് എത്രത്തോളം ഇവരെ സഹായിക്കും. യുണീക്ക് വേൾഡ് റോബോട്ടിക്സിൻ്റെ ഒരു ജേണി പറയുന്ന സമയത്ത് എനിക്കൊന്ന് ആദ്യം പറയേണ്ടത് നമ്മളുടെ CEO ബെൻസനെ കുറിച്ചാണ്. ബെൻസൺ 2019 യുണീക്ക് വേൾഡ് റോബോട്ടിക്സിൻ്റെ ഒരു പ്ലാൻ നമ്മൾ ദുബായിൽ ഈ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയം തൊട്ട് ഐ വാസ് വിത്ത്. അപ്പം ഇതിൻ്റെ ഒരു വിഷൻ തന്നെ ഈ പറഞ്ഞ ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് AI റോബോട്ടിക്സ് ഇങ്ങനത്തെ ഫ്യൂച്ചർ ടെക്നോളജീസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ആണ് ബെൻസൺ ഭയങ്കരമായിട്ട് വിശ്വസിച്ചത്. ബെൻസൺ ഇതിന് മുൻപ് ഒരു ട്രെയിനറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഒരുപാട് സ്റ്റുഡൻസിനെ അക്രോസ് ഇന്ത്യ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തണം, അതാണ് നെക്സ്റ്റ് റവല്യൂഷൻ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തുടങ്ങി ഈ പറഞ്ഞ സ്കൂളുകളിലേക്ക് ഇതെങ്ങനെ വ്യാപിപ്പിക്കാം എന്ന് പ്ലാൻ ചെയ്യുകയും ആ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന പോലെയാണ് കോവിഡ് വരുന്നതും കുറേ ചലഞ്ചസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ 2021 ആ ഒരു ജേർണി റെസ്യൂം ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ മാറി. ആൾക്കാർ കുറേ കൂടെ ഇതിനെക്കുറിച്ച് അവെയറായി. റോബോട്ടിക്സ് എന്താണെന്നുള്ളതും ഇതിൽ സാധ്യതകൾ എന്താണെന്നുള്ളതും ആ ഒരു കോവിഡ് ആൾക്കാരെ കുറേ കൂടെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളുകളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇത് ഒരു ലാബ് അവിടെ വേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമുക്ക് ഈസി ആയിരുന്നു ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആൻഡ് നമ്മളവിടെ ഒരുപാട് ആൾക്കാർ ഈ ലാബുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം 100-200 ലാബുകൾ ചെയ്ത കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ അത്രയും വലിയ നമ്പേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ തന്നെ കൂടിപ്പോയാലൊരു 24-25 ലാബുകളാണ് നമ്മൾ ലാബുകളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളവിടെ കൊണ്ടുവന്നൊരു ഡിഫറൻസ്, നമ്മളൊരു ലാബല്ല അവിടെ കൊണ്ടുവെക്കുക, നമ്മളൊരു എക്കോസിസ്റ്റമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റോബോട്ടിക്സ് ലാബിൽ വരുന്ന ആ സ്കൂളിലെ ഏത് ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും അവർ കടന്നു പോകുന്നൊരു ജേണിയുണ്ട്. അതിൽ ട്രെയിനിങ് ഉണ്ടാവും. ഈ പറയുന്ന പോലെ അവർ പല സെൻസേഴ്സിനെ കുറിച്ചും ഇതെല്ലാം പഠിക്കും, റോബോട്ടുകളെ ബിൽഡ് ചെയ്യും. ഇതിവർ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകും. എങ്ങനെ? കോമ്പറ്റീഷനുകളിലൂടെ. അവിടെയാണ് നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവന്നത്. കുട്ടികൾ ഒരു വർഷം ഒരു 4-5 ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ്, ഹാക്കത്തോൺസ് ഇതിലൊക്കെ പങ്കെടുത്താണ് ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെയും തീരുന്നില്ല. നമ്മൾ അടുത്തൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ടെക് ഫെസ്റ്റുകൾ. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കൂടുതലും ടെക് ഫെസ്റ്റ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളതിനെ സ്കൂൾ ലെവലിലേക്ക് കൊണ്ടുവന്നു.
ഈ ഒന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സ്കൂൾ ലെവലിലൊരു റോബോട്ടിക്സ് ടെക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മളാണ്. അതും നമ്മുടെ ഒരു CSR പ്രോജക്റ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ട്രെയിനിങ് എടുത്ത് കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്ത് ഇങ്ങനൊരു ടെക് ഫെസ്റ്റിൽ ആൾ ബിൽഡ് ചെയ്ത സാധനങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് പാരൻസിൻ്റെ മുമ്പിലും കൊളീഗ്സിൻ്റെ മുമ്പിൽ ഈ സാധനം പ്രസൻറ്റ് ചെയ്യുന്നു. ആ ഒരു ജേർണിയിലാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഈ ലെവലങ്ങ് ഹയർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആൾ പങ്കെടുക്കുന്ന കോമ്പറ്റീഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ കോമ്പറ്റീഷനിലാണെങ്കിൽ അത് നമ്മൾ കൂടി വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെഗോ ലീഗ് പോലത്തെ ഹയർ ലെവൽ കോമ്പറ്റീഷൻസിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ആ ഒരു ജേർണി ഈസി ആയിരുന്നില്ല. ഈ കോമ്പറ്റീഷൻസ് ക്രാക്ക് ചെയ്യുന്നത് തന്നെ ഈസി അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് UAE അൺഡിസ്പ്യൂട്ടഡ്ലി ഈ പറയുന്ന എല്ലാ മേജർ കോമ്പറ്റീഷൻസിലും നാഷണൽ ചാമ്പ്യൻസ് ആവാൻ പറ്റി. ഇൻ്റർനാഷണൽസിൽ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോഴും ഇപ്പോൾ എനിക്കൊന്നൊരു 15-16 രാജ്യങ്ങളെങ്കിലും നമ്മൾ UAE റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട് നാഷണൽ ചാമ്പ്യൻസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കുട്ടികൾക്ക് കിട്ടുന്നൊരു എക്സ്പോഷർ ഇസ് റിയലി ഹ്യൂജ് ത്രൂ ദിസ് ജേണി. അപ്പം ഇങ്ങനൊരു എക്കോസിസ്റ്റമാണ് നമ്മളവിടെ ബിൽഡ് ചെയ്തത്. ഇതേ സാധനം നമ്മൾ ഇന്ത്യയിലേക്കും കൊണ്ടുപോകും. ഇന്ത്യയിൽ നമുക്ക് ലിമിറ്റേഷൻസ് പറഞ്ഞാൽ ചില കോമ്പറ്റീഷൻസിന് പോകാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിൽ നമ്മൾ കഴിഞ്ഞ വർഷം 2024 നമ്മൾ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ടർക്കിയിൽ പോയി. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ടർക്കിയിൽ പോയി പോഡിയം ഫിനിഷ് ചെയ്യുന്ന ഫസ്റ്റ് ടീമാണ് ഇവിടുത്തെ ഹിസ്റ്ററിയിൽ. സോ അങ്ങനെ നമുക്ക് ആ ലെവലിൽ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റി. സോ കുട്ടികൾക്ക് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു കാര്യം സാധ്യമായത്. ഇത് മറ്റാരും ഇവിടെ ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും. അപ്പോൾ അതാണ് കേരളത്തിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ UAE-ന്ന് ഇപ്പോൾ പനാമയിലും അവിടെയൊക്കെ പോയിട്ട് ഫസ്റ്റ് അടിക്കുമ്പോഴും അതിലും ഇന്ത്യൻസ് തന്നെ ആയിരുന്നു. അതെ, എക്സാക്ട്ലി. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അവർ റെപ്രസെന്റ് ചെയ്യുന്ന UAE ആണെങ്കിൽ ഇതെല്ലാം ഇന്ത്യൻ സിറ്റിസൺ അവരാണ് പോകുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഏറ്റവും എൻഡ് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ ഇവർ കരിയറിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവർ അഡ്മിഷൻസിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ജേർണി. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രോസസ് ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. ഇവർക്ക് ഇതിന് അപ്പുറം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർക്ക് ഇതിനെ ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന ബാംഗ്ലൂരിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അവർ ചെയ്യുന്ന ഒരു ബ്ലൈൻഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പോക്കറ്റ് ഡിവൈസ് അത് പേറ്റന്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പം ഈ ലെവലിൽ പോകുന്നൊരു കുട്ടിയുടെ പ്രൊഫൈല് ഒബ്വിയസ്ലി സ്കോളർഷിപ്സ് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. വേറെ വളഞ്ഞ വഴിയൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ആളുടെ പ്രൊഫൈലിൽ അത്രയും കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മുടെ ഒരു CSR ഇനിഷ്യേറ്റീവും കൂടെ വരുമ്പോഴാണ് ഈ സാധനം കംപ്ലീറ്റ് ആവുന്നത്. CSR എന്ന് തന്നെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് എനിക്കൊന്ന് ഇതിൻ്റെ പല മോഡലുകൾ ലോകത്തുണ്ടാകും. പക്ഷേ ഈ ഒരു ഡൊമൈനിൽ ഇങ്ങനത്തെ ഒരു സംഭവം എൻവിഷൻ ചെയ്ത ബെൻസൺ ആയിരുന്നു. ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടെത്തി കൊണ്ടുവന്നത്. കാരണം കുട്ടികൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സഹായിച്ച് പണം സ്വരൂപിച്ച് വീട് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനെ കുറേ കൂടെ എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ, അതായത് കുട്ടികൾ ഇതേപോലെ പണം സ്വരൂപിച്ചുകൊണ്ട് അവർ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു റോബോട്ടിക്സ് ലാബാണ്. ആർക്കാണ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്? അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളുകളിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അക്രോസ് ഇന്ത്യ ഒരു 5 ലാബുകൾ സോഫാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലാബിലൊരു 4-5 കുട്ടികൾ ചേർന്നായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എഗെയിൻ അത് ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെയാണ്, ബട്ട് ഇൻ UAE അവിടെ പഠിച്ച്, ബിക്കോസ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഉണ്ടാകും, അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും സ്കൂൾസിൽ നിന്ന് തന്നെ. അപ്പം അങ്ങനെ ഒരു 5-6 കുട്ടികൾ ചേർന്ന് ഒരു ലാബ് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം നമ്മൾ വർക്കലയിൽ ഒരു സ്കൂളിൽ നമ്മൾ ആദ്യം ചെയ്തു. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് റോബോട്ടിക്സ് ഒരു ടെക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഭയങ്കര ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഈവൻ ആ സ്കൂളിന് തന്നെ അതൊരു മിഷൻ സ്കൂളാണ്. ആ സ്കൂളിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു. അവരുടെ അടുത്ത വർഷത്തെ അഡ്മിഷൻസ് കൂടാൻ ഹെൽപ്പായി. കൂടുതൽ കുട്ടികൾ ഈ എക്സ്പോഷർ ആഗ്രഹിച്ചു വന്നു. അതിൽ ഏറ്റവും നമുക്ക് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം, നാസ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നൊരു ഹാക്കത്തോൺ ഉണ്ട്. നമ്മൾ കോമ്പറ്റീഷൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇത് അങ്ങനത്തെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പേസ് സയൻസ് ഹാക്കത്തോണാണ് നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത്. ഒരു 150-ലധികം രാജ്യങ്ങളിൽ എവ്രി ഇയർ നടക്കുന്നൊരു കോമ്പറ്റീഷനാണ്. ഇത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ നിന്ന് 2021 വരെയൊക്കെ 25-26 ടീമുകളാണ് പങ്കെടുത്തിരുന്നത്. അതും കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മൾ
ഇവിടെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞ സമയത്താണ് ഇങ്ങനൊരു കോമ്പറ്റീഷനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഈ നമ്മുടെ വർക്കലയിലെ സ്കൂളിലെ കുട്ടികളെ നമ്മൾ അവിടെ കൊണ്ടുവന്നു. ഒരു ടീമിനെ നമ്മൾ ഇറക്കി. അവർ കോമ്പറ്റീഷൻ്റെ ഏറ്റവും വലിയ രസം ഇതിന് കാറ്റഗറീസ് ഒന്നുമില്ല. ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, ഒരു 55 വയസ്സുള്ള ആൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. അങ്ങനത്തെ ഒരു ഹാക്കത്തോൺ, അങ്ങനത്തെ തന്നെ ഒരു വെരി ഓപ്പൺ ഫ്രെയിം വർക്കാണ് അതിനുള്ളത്. അതിൽ ഈ പങ്കെടുത്ത കുട്ടികൾ ഈ കോളേജ് ടീംസിനെയൊക്കെ ബീറ്റ് ചെയ്ത് അവർ ഗ്ലോബൽ നോമിനേഷൻ കിട്ടിയവർക്ക് അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കിട്ടിയൊരു എനർജി ബൂസ്റ്റ് ഭയങ്കരമായിരുന്നു. ആ ഒരു സ്പിരിറ്റിലാണ് നമ്മൾ ഇവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ട്, എത്ര ലക്ഷം വിദ്യാർത്ഥികളുണ്ട്, അവരിലേക്ക് എത്തിക്കണം എന്നുള്ള ബെൻസന്റെ ഒരു വിഷനായിരുന്നു. നമ്മൾ അടുത്ത വർഷം ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് അതോറിറ്റി നമ്മൾ ടേക്കപ്പ് ചെയ്തു. അങ്ങനെ 2023 നമ്മളിത് തൃശ്ശൂർ നമ്മൾ നടത്തി. ആ ഒരു എഡിഷനിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പേസ് ആപ്സ് ഇവൻ്റാക്കി നമുക്കതിനെ മാറ്റാൻ പറ്റി. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന പരിപാടിയിൽ നമുക്ക് 4128 രജിസ്ട്രേഷൻസ് ആണ് ആ വർഷം വന്നത്, വിച്ച് ഇസ് ഹയസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് നാസ സ്പേസ് ആപ്സ്. ആ ലെവലിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പം തന്നെ ഈ എക്കോസിസ്റ്റം എത്രത്തോളം ഇത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എത്രത്തോളം ഇത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നാസയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് വെച്ച് നടന്നത്, അവിടെ സുനിത വില്യംസിനെ ഹോസ്റ്റ് ചെയ്ത് ഒരു ഇവന്റിൽ ഹോസ്റ്റ് ചെയ്ത് യൂണിക്കോൾ റോബോട്ടിക്സ്. അപ്പോൾ അന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ ഗ്യാദർ ചെയ്തിട്ട് അവർക്ക് ഡയറക്ട്ലി സുനിത വില്യംസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ റോബോട്ടിക്സ് ആക്ച്വലി ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് സുനിത വില്യംസ് പറഞ്ഞൊരു കാര്യം, ഈ സ്പേസ് റിലേറ്റഡ് മേഖലകളിൽ റോബോട്ടിക്സിൻ്റെ അപ്ലിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതിനെ പറ്റിയിട്ടുള്ള R&Dകൾ നടത്താനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ കൊണ്ടുവരണം, ഒരുപാട് ലാബുകൾ കൊണ്ടുവരണം എന്ന് അന്ന് സുനിത വില്യംസ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കരിക്കുലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിലബസിൽ നമുക്ക് ഈ റോബോട്ടിക്സ് പഠിക്കുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക, ഒരു നീഡിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഇപ്പോൾ സ്പേസ് പോലുള്ള അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് പോലുള്ള മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള റോബോട്ടിക് അപ്ലിക്കേഷൻസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ അല്ലെങ്കിൽ ഈ സ്കൂൾ ലെവലിൽ നമ്മളത് പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല, ബേസിക്സ് ആണ് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും ഇനി ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ ആ ഒരു ലെവലിൽ ഇവർ ഈ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കണമെങ്കിൽ ഈ സ്റ്റുഡൻസ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി വരുന്നൊരു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ അതും കൂടി ഇമ്പോർട്ടൻ്റ് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് ഈ ടെക്നോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അതിനെ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ AI റോബോട്ടിക്സ് എടുത്താലും നമ്മളതിനകത്ത് കുറേയൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ AI ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ലെവലിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ലെവലായിട്ട് സ്റ്റുഡൻസ് ഏത് രീതിയിലായിരിക്കണം അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന് സ്കൂളുകളും കോളേജുകളും എന്തായിരിക്കണം ചെയ്യേണ്ടി വരിക? ജനുവരിയിൽ സുനിത വില്യംസ് വന്ന സമയത്ത് നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. കാരണം നമുക്ക് കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു, ആൾക്കൂടെ എത്താൻ പറ്റുമോ. നമ്മൾ കഴിഞ്ഞ KLF ഫീച്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ട് ആളുടെ ആ ഒരു സ്പേസിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഈ വർഷം നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ലൈക്ക് ലിറ്ററലി ക്യാൻ എനിവൺ ബിലീവ് ഒരു കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിന് സുനിത വില്യംസിനെ പോലെ ഒരു ലിവിങ് ലെജൻഡിനെ ഫീച്ചർ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് പരിപാടി നടത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. പക്ഷേ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ഒരു വിഷൻ റൈറ്റ് ഡയറക്ഷനിലാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സുനിത വില്യംസിനെ പോലൊരു വ്യക്തിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിൽ കൊണ്ടുവരിക ഈസി അല്ല. കാരണം ആൾ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു പ്രൈവറ്റ് ഇവൻറ്റ് പോലും അറ്റൻഡ് ചെയ്യാതിരുന്നിടത്ത് നമ്മുടെ ഒരു ഇവൻറ്റിന് ആൾ ഓക്കെ പറഞ്ഞതും അതിന് എഗ്രി ചെയ്താണ്. ഭയങ്കര 1 മണിക്കൂർ തന്നിടത്ത് ആളവിടെ വന്നിട്ട് ഒരു 2.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് ഹാപ്പിലി. അതൊക്കെ നമ്മുടെ ഒരു വിഷൻ എത്രത്തോളം അലൈൻഡാണ്, നമ്മൾ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ഔട്ട്പുട്ട് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു വിസിബിൾ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഒരു സ്കൂൾ ലെവലിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു ഡിഫറൻസും.
നമ്മൾ അന്ന് ഇവൻറ്റിൽ വന്നതിൽ കുറേ കുട്ടികൾ നമ്മളുടെ ഓൺ സ്റ്റുഡൻസ് ആയിരുന്നു, നമ്മുടെ സ്കൂളുകളിൽ നിന്ന് വന്ന ഇൻവൈറ്റഡ് സ്റ്റുഡൻസ് തന്നെ ആയിരുന്നു. അതിൽ നമ്മുടെ ബാംഗ്ലൂർ സ്കൂളിൽ നിന്നുള്ളൊരു ഇൻഡസ് സ്കൂളിൽ നിന്നുള്ളൊരു ടീം ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ വർഷം വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത ടീമാണ്. അവിടെ ചെയ്ത സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. ഒരു മൂൺ റോവർ അവർ ബിൽഡ് ചെയ്തിരുന്നു. അവരവരുടെ പ്രോജക്റ്റൊക്കെ അവിടെ സുനിത വില്യംസിനെ കാണിക്കാനൊക്കെ പിള്ളേർ കൊണ്ടുവരും. കുഞ്ഞു കുട്ടികളാണ്, ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന, പ്രൈമറിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു സുനിത വില്യംസ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് ഇത് കേട്ട് നിന്നത്. അപ്പം നമ്മൾ ഇവരെ പഠിപ്പിക്കുമ്പോൾ, സ്കൂളുകളിൽ നമ്മളിത് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഫണ്ടമെൻ്റൽസിൽ ആണ് നമ്മൾ ഒരു ഗ്രേഡ് 1 അല്ലെങ്കിൽ അതിലും താഴെ KG-യിലൊക്കെ നമ്മൾ തുടങ്ങുന്നതെങ്കിലും എഗിൻ അത് പറയുമ്പോൾ KG-യിലൊക്കെ റോബോട്ടിക്സ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ AI പഠിപ്പിക്കുന്ന ഒരു കമ്പനി ചിലപ്പോൾ നമ്മളായിരിക്കും. നമ്മൾ പല സ്കൂളുകളിലും നമ്മൾ KG പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവർ പോലും വിശ്വസിക്കില്ല. അവർ നമുക്ക് തരില്ല പലപ്പോഴും. 3ാം ക്ലാസ്സാണ്, 3ാം ക്ലാസ്സിൽ നിങ്ങൾ തുടങ്ങിയാൽ മതി എന്ന് പറയുന്ന സ്കൂളുകളാണ്. പക്ഷേ ശരിക്കും നമുക്ക് KG മുതൽ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങാനുള്ള കാര്യങ്ങളിവിടെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഫണ്ടമെൻ്റൽസിൽ നിന്ന് തുടങ്ങി നമ്മളതിനെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്താൻ ശരിക്കും പറഞ്ഞാൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ നമ്മൾ പോകുന്നില്ല. നമ്മൾ ആ സ്കൂള് നമ്മളുടെ ഒരു വിഷനുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ ഒരു 3ലും 4ലൊക്കെ തന്നെ പിള്ളേർ ആർഡിനോയിൽ വെച്ച് തന്നെ പ്രൊജക്റ്റുകൾ ചെയ്ത് തുടങ്ങുന്ന ലെവലാണ് നമ്മൾ പലപ്പോഴും പിച്ച് ചെയ്യാറുള്ളത്. പക്ഷെ അത് പ്രാക്ടിക്കലി വരുമ്പം ഈ പറഞ്ഞല്ലോ സ്കൂളുകളുടെ തോട്ട് പ്രോസസ് അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കത് എല്ലായിടത്തും ചെയ്യാൻ പറ്റാറില്ല. പല സ്കൂളിലും നമ്മൾ 6ലോ 7ലോ ആണ് പലപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ കുട്ടികളുടെ ഈ പറഞ്ഞല്ലോ അവരുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന ഡിഫറൻസ്. കഴിഞ്ഞ വർഷം നമ്മളെ എഗെയിൻ ഒരു കോമ്പറ്റീഷൻ നമ്മൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് ഒരു മെഡിക്കൽ റോബോട്ടായിരുന്നു, മെഡിക്കൽ അസിസ്റ്റൻറ്റ് റോബോട്ടായിരുന്നു. അപ്പം ഇത് അവർക്ക് തന്നെ ചിന്തിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ ഇവരെ എക്യുപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മളെ ഈ ഒരു കരിക്കുലം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും റോബോട്ടിക്സ് അല്ലെങ്കിൽ AI മാത്രം നമ്മൾ നിർത്തുന്നില്ല. അതിനെ നമ്മൾ അതിനകത്ത് സ്പേസ് ടെക്സ് വരുന്നുണ്ട്. ബേസിക്കലി സ്റ്റെമ്മിലോട്ട് നമ്മൾ തന്നെ പലപ്പോഴും ഒരു ടാഞ്ചിബിൾ സാധനമായിട്ട് നമ്മൾ കൊണ്ടുവെക്കുന്ന സ്റ്റെമ്മാണ്. അതിൽ സ്പേസ് സയൻസ് വരുന്നുണ്ട്, ലൈക്ക് IoT കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൽ 3D ഡിസൈനിങ് 3D പ്രിൻറ്റിങ് വരുന്നുണ്ട്, ഈവൻ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി പോലുള്ള ടെക്നോളജിയിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തൊടാത്ത ഏരിയാസ് ഇല്ല. ഇൻക്ലൂഡിങ് ഡ്രോൺസ് നമ്മൾ ഒരു സ്കൂളിൽ ലാബ് ചെയ്യുന്ന സമയത്ത് ഇതടക്കമാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ തന്നെ നമ്മൾ ഇത്രയും അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ പല സ്കൂൾസിൻ്റെ ഇന്നിപ്പോൾ രാവിലെ ഒരു സ്കൂളുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്, അവർ ലാബ് ചെയ്യാൻ റെഡിയാണ്, ട്രെയിനിങ് എടുക്കാൻ റെഡിയാണ്, പക്ഷേ ലാബിൽ ഇത്രയും സാധനം വേണ്ട. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി, നിങ്ങൾ അത് വെച്ച് പഠിപ്പിച്ചാൽ മതി എന്ന് അവർ പറയുന്നത്. കാരണം അവർ നോക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് കൊടുത്തിരിക്കുന്ന കോസ്റ്റിംഗ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇത്ര സാധനം ഉണ്ടെങ്കിലേ കുട്ടികളെ പഠിപ്പിക്കുള്ളൂ എന്നാണ് നമ്മുടെ സ്റ്റാൻഡ്. അല്ലാതെ അതിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് എന്നൊരു 100 സ്കൂളിലേക്ക് എത്താം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൽ നമ്മൾ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കരിക്കുലം അതിൻ്റെ ഒരു പവറിലാണ് ഇത്രയും കോമ്പറ്റീഷൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു, വെദർ ഇറ്റ്സ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് ഇൻ UAE. സോ ദാറ്റ് റിയലി മാറ്റേഴ്സ്. അപ്പോൾ അതിന് നമ്മുടെ ടീം എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടും ശരിക്കും പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ കൊച്ചി ചോയ്സിൽ നമ്മളാണ്, ചോയ്സിൻ്റെ എല്ലാ സ്കൂൾസിലും നമ്മളെടുക്കുന്നത്. അവർക്ക് CBSE ഉണ്ട്, IB കരിക്കുലം ഉണ്ട്. രണ്ടിലും 2 ട്രാക്കിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം 1 തൊട്ട് 10 വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാലും പക്ഷേ 2 ട്രാക്കിലാണ് ഇവർ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം ആ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള അവർ എന്താണോ അവരുടെ റെഗുലർ സ്കൂളിങ്ങിൽ പഠിക്കുന്നത് അതിനോട് അലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കരിക്കുലം എപ്പോഴും ട്രാവൽ ചെയ്യാറ്. ഇതൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു സംഭവം ആയിട്ട് പോവല്ല, ഒരു പാരലൽ ട്രാക്കിൽ പോകുന്ന പോലെ അല്ല. ഇത് ഇമ്മേഴ്സീവായിട്ട് ഇവരുടെ റെഗുലർ കരിക്കുലമായിട്ട് മിക്സ് ആയിട്ടാണ് ഈ സാധനം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പഠിക്കുന്നൊരു കോൺസെപ്റ്റ് ഇവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവർ ബയോളജിയിൽ പഠിച്ച എന്തെങ്കിലും ഒരു സെല്ലിനെ കുറിച്ച് പഠിച്ചൊരു സാധനം, സെൽ ഡിവിഷൻസിനെ കുറിച്ച് പഠിക്കുന്നൊരു സാധനം അത് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ക്രാച്ചിലോ ഇതിൽ ഇവർക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഒരു സ്റ്റോറി ആക്കി കാണിക്കാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മാത്തിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് അത് അപ്ലൈ ചെയ്തുകൊണ്ട് ഇവർക്ക് ഇവിടെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സംഭവം റെഡിയാക്കിയതിലൂടെ, ഈ ഒരു എക്കോസിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തതിലൂടെ പറ്റിയൊരു കാര്യം.